Dear friends, you are welcome to Historia. ഹിസ്റ്റോറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാവുന്ന വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതി നമ്മളിന്ന് വളരെ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ചോദിക്കട്ടെ, എല്ലാവരും പഠനമൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ടോ? ഉഷാറായിട്ട് പഠിക്കുക. എക്സാം നീട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാം നീട്ടി വെച്ച് പോകുന്നതുകൊണ്ട് ഒരിക്കലും ലാസ്നെസ് വരരുത്, അലസത ഉണ്ടാകരുത്. കാരണം അടുത്തൊരു ഡേറ്റ്, ഇനി അടുത്ത എക്സാമിൻ്റെ ഡേറ്റ് എന്നാ പ്രഖ്യാപിക്കാൻ നമുക്കറിയില്ല. ചിലപ്പോൾ ഒരു മാസമായിരിക്കും, ചിലപ്പോൾ 2 മാസമായിരിക്കും, അതിൻ്റെ ഇടയിൽ ബ്രേക്ക് വരിക. അപ്പോൾ അതിൻ്റെ ടൈം നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം ഈ കൊറോണയുടെ എഫക്റ്റ് നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയം മാക്സിമം ഉപയോഗിക്കുക. ഒരു കാരണവശാലും അലസത കാണിക്കരുത്. മാക്സിമം കിട്ടാവുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് പഠിക്കുക. കാരണം ഇനി വരുന്ന ഡേറ്റ് നമുക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് അധികം കിട്ടില്ല. സോ അതുകൊണ്ട് കിട്ടുന്ന സമയം വളരെ ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനയുടെ ഭേദഗതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ് 44ാം ഭേദഗതി, 44th അമെൻഡ്മെന്റ്. ആ 44ാം ഭേദഗതിയെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ 44ാം ഭേദഗതി വരുന്നത് 1978 1978 44ാം ഭേദഗതി വരുന്നത്. ഇതിനു മുന്നേ 42ാം ഭേദഗതിയിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 44ാം ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഭേദഗതിയാണ്. കാരണം ഇതിനു മുന്നേ 75-ൽ ഇന്ദിരാഗാന്ധി എമർജൻസി നടക്കുന്നുണ്ട്. ആ എമർജൻസിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഇതിനുണ്ട്. അതാണ് ഈ ഒരു ഭേദഗതിയുടെ പ്രത്യേകത. അതുകൊണ്ട് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 44ാം ഭേദഗതി. മറക്കണ്ട, 1978 44ാം ഭേദഗതി നടപ്പിലാക്കുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി നമുക്കറിയാം ആരാണ്? മൊറാർജി ദേശായി അന്നത്തെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ജനതാ ഗവൺമെന്റ് ആയിരുന്നു. ഏതാണ്? ജനതാ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് മൊറാർജി ദേശായി ആയിരുന്നു ഭരണകൂടം. അപ്പോൾ മൊറാർജി ദേശായാണ് പ്രധാനമന്ത്രി, ജനതാ ഗവൺമെന്റാണ് ഭേദഗതി നടപ്പിലാക്കിയത്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ക്ലോസുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ പൊതുവെ നമ്മൾ എല്ലാവരും പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒന്നാമത്തെ ക്ലോസ് നമുക്കറിയാം. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട? റൈറ്റ് ടു പ്രോപ്പർട്ടി ഡിലീറ്റഡ് ഫ്രം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ബിക്കേം ഓൺലി എ ലീഗൽ റൈറ്റ് അണ്ടർ ദി ആർട്ടിക്കിൾ ഓഫ് 300A. നമുക്കറിയാം അല്ലെ, സ്വത്ത് സമ്പാദിക്കുക എന്നുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 31 അത് ഡിലീറ്റ് ചെയ്ത് എന്താക്കി മാറ്റി? 300A കീഴിൽ ഒരു നിയമപരമായ അവകാശമാക്കി മാറ്റി. എന്ന് വെച്ചാൽ സ്വത്ത് സമ്പാദിക്കുക, റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്ത് സമ്പാദിക്കുക എന്നുള്ളത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നു. അന്ന് ആർട്ടിക്കിൾ 31 ആയിരുന്നു. ആ 31 ഡിലീറ്റ് ചെയ്ത് അതെന്താക്കി മാറ്റി? നിയമപരമായ അവകാശമാക്കി മാത്രം മാറ്റി. ആർട്ടിക്കിൾ 300A മാറ്റി. അപ്പോൾ സ്വത്ത് സമ്പാദിക്കാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയി കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം ചോദിച്ചാൽ എന്തായിരിക്കും? സ്വത്ത് സമ്പാദിക്കുക ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് രാഷ്ട്രം ജനങ്ങൾക്ക് 100% ഉറപ്പോടുകൂടി നൽകുന്ന ഒന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ സ്വത്ത് സമ്പാദിക്കുക എന്നുള്ളത്, സ്വത്ത് എന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയി കഴിഞ്ഞാൽ സ്വത്തില്ലാത്തവർക്ക് സ്വത്ത് നൽകേണ്ട ബാധ്യത ആരിൽ വരും? രാഷ്ട്രത്തിൽ വരും. ഒന്നത്. പിന്നെ രണ്ടാമത്, ഡെവലപ്മെന്റ്സ് നടക്കില്ല. രാഷ്ട്രത്തിന് സ്വന്തമായി ഡെവലപ്മെന്റ്സ് നടപ്പാക്കാൻ പറ്റില്ല. റോഡുകള്, പാലങ്ങള് തുടങ്ങിയ ബിൽഡിങ്ങുകൾ തുടങ്ങിയ ഡെവലപ്മെന്റ്സ് നടപ്പാക്കാൻ പറ്റില്ല. കാരണം പൈസ ഉള്ള ആളുകളെല്ലാം ഒരുപാട് സ്വത്ത്, ഇപ്പൊ നമ്മുടെ ഭൂമിയെല്ലാം വാങ്ങി കൂട്ടി കഴിഞ്ഞാൽ ആ പ്രദേശത്ത് കൂടെ രാഷ്ട്രത്തിന് ഡെവലപ്മെന്റ്സ് നടപ്പിലാക്കാൻ പറ്റുമോ? ഇല്ല, അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പൊ അതൊരു കാരണമാണ്. രണ്ടാമത്, സോഷ്യലിസം എന്ന രണ്ടിലേക്ക് നമ്മൾ എത്തിച്ചേരില്ല. സോഷ്യലിസം എന്ന രണ്ടിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരില്ല. പണമുള്ള ആളുകളെല്ലാം പണക്കാരായി പോകും. ദാറ്റ് മീൻസ് ഭൂമിയെല്ലാം വാങ്ങിക്കൂട്ടി ഒരാളുടെ കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നു. കുറച്ചാളുടെ കയ്യിൽ കേന്ദ്രീകരിക്കാതെ വരാതെ പാവങ്ങൾ വീണ്ടും താഴെത്തട്ടിലേക്ക് പോകുന്നു. അപ്പോൾ സോഷ്യലിസം എന്ന രണ്ടിലേക്ക് എത്തിച്ചേരില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ സ്വത്ത് സമ്പാദിക്കുക എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് ഡിലീറ്റ് ചെയ്ത് നിയമപരമായ അവകാശമാക്കി മാറ്റി. എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 31 ഡിലീറ്റ് ചെയ്തു, ആർട്ടിക്കിൾ 300A നിലവിൽ വന്നു എന്നർത്ഥം. ക്ലിയർ അല്ല? ഇതാണ് ഒന്നാമത്തെ ക്ലോസ്. ഇനി രണ്ടാമത്തെ ക്ലോസ് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ഏറ്റവും പ്രധാന ക്ലോസ് എന്ന് പറഞ്ഞത്, ദി ടെനർ ഓഫ് ലോകസഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി റെഡ്യൂസ്ഡ് ടു 5 years ഫ്രം 6 years. ക്ലിയർ ആയാലോ? നമ്മുടെ ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റി. 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റി. എന്ന് വെച്ചാൽ നമ്മുടെ ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷം തന്നെയായിരുന്നു. ഓൾറെഡി 5 വർഷമായിരുന്നു. പക്ഷെ 42ാം ഭേദഗതി നമുക്കറിയാം. 42ാം ഭേദഗതി 1976 അറിയാം അല്ലെ? 76. ഈ 42ാം ഭേദഗതിയിൽ ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 നിന്ന് 6 ആക്കിയിട്ടായിരുന്നു. അത് വീണ്ടും 6 നിന്ന് ഏതിലേക്ക് കൊണ്ടുവന്നു? 5ലേക്ക് കൊണ്ടുവന്നു. വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വന്നു നടത്താം. അപ്പോൾ ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 നിന്ന് 6 ആക്കിയത് 42ാം ഭേദഗതി. വീണ്ടും 6 നിന്ന് 5ലേക്ക് കൊണ്ടുവന്ന് 44ാം ഭേദഗതി. ക്ലിയർ ആയില്ല? ഇതാണ് രണ്ടാമത്തെ ക്ലോസ്. ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 6 നിന്ന് 5ലേക്ക് കൊണ്ടുവന്നു. ക്ലിയർ ആയില്ലേ? ദെൻ ഇനി മൂന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത്, ദി ടൈം ഓഫ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് റിപ്ലേസ്ഡ് ബൈ ഏതാണ്? ആംഡ് റെബലിയൻ. ഇന്റേണൽ ഡിസ്റ്റർബൻസ്, ആഭ്യന്തര ലഹള എന്ന വാക്ക് മാറി പകരം അവിടെ ഏത് കൊണ്ടുവരുന്നു? സായുധ കലാപം, ആംഡ് റെബലിയൻ എന്ന സായുധ കലാപം എന്ന വാക്ക് കൊണ്ടുവരും. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു എമർജൻസി, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ, അതുമായി ബന്ധമുണ്ടെന്ന് പറയണം. കാരണം അന്ന് ഇന്ദിരാഗാന്ധി എമർജൻസി പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയുടെ വ്യക്തിപരമായ കാര്യം എന്തായിരുന്നു?
ഇന്ദിരാഗാന്ധി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അലഹാബാദ് ഹൈക്കോടതി വിധി, ഇന്ദിരാഗാന്ധി രാജിവെക്കണം എന്നുള്ള ആവശ്യം, സമ്പൂർണ്ണ വിപ്ലവം നടക്കുന്നു, ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് വന്നപ്പോഴാണ് ഇന്ദിരാഗാന്ധി എമർജൻസി പ്രഖ്യാപിച്ചത്. അപ്പൊ അതിന് റീസൺ കൊടുക്കുന്നത് ആഭ്യന്തര ലഹള, നാട്ടിൽ ആകെ ആഭ്യന്തര ലഹളയാണ്, അതുകൊണ്ട് അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടിയാണ് എമർജൻസി പ്രഖ്യാപിച്ചത്. അതായിരുന്നു അതിന്റെ റീസൺ. അങ്ങനെ ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ ഫോൺ ചെയ്ത് പറയുന്നു, ഫക്രുദ്ദീൻ അലി അഹമ്മദ് എമർജൻസി പ്രഖ്യാപിക്കുന്നത്, ഇതാണ് റീസൺ. അപ്പൊ അതുകൊണ്ട് ഇനി അതിനുശേഷം വന്ന ഗവൺമെന്റാണ് മൊറാർജി ദേശായി ഗവൺമെന്റ്. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഒരു ആഭ്യന്തര ലഹള ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും രാഷ്ട്രത്തെ എമർജൻസി പ്രഖ്യാപിക്കരുത് എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ 44 പേജിൽ എന്ത് കൂടി ചേർത്തത്, ഈ ഇന്റേണൽ ഡിസ്റ്റർബൻസിന് ആഭ്യന്തര ലഹള ആ വാക്ക് മാറ്റി പകരം എന്ത് കൊണ്ടുവന്നു, ആർമഡ് റബല്യൻ, സായുധ കലാപം എന്ന് വെച്ചാൽ ബ്ലഡിഷ് റവല്യൂഷൻ, രക്തരൂഷിത വിപ്ലവം. അപ്പൊ ഇനി ഒരു സായുധ കലാപം ഉണ്ടായെങ്കിൽ മാത്രമേ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എമർജൻസി പ്രഖ്യാപിക്കാൻ പാടുള്ളൂ, അല്ലാതെ ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും എമർജൻസി പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു ക്ലോസ് അതിനോട് കൂടി ചേർന്ന് മറ്റൊരു ക്ലോസും കൂടി വന്നു. എന്തായിരുന്നു, a written recommendation of ministry with a special majority needs to declare emergency by the president of India. എന്ന് വെച്ചാൽ അന്നത്തെ പോലെ ഇന്ദിരാഗാന്ധി ഫോൺ ചെയ്ത് പറഞ്ഞാലും ഇനി ആര് പ്രഖ്യാപിക്കാൻ പാടില്ല, രാഷ്ട്രപതി എമർജൻസി പ്രഖ്യാപിക്കാൻ പാടില്ല. പക്ഷെ എങ്ങനെയായിരിക്കണം, റിട്ടൺ റെക്കമെൻഡേഷൻ ഓഫ് മിനിസ്ട്രി വിത്ത് സ്പെഷ്യൽ മജോറിറ്റി എന്ന് വെച്ചാൽ മന്ത്രിസഭ ഒരു സ്പെഷ്യൽ മജോറിറ്റിയിൽ പാസ്സാക്കി എഴുതി തയ്യാറാക്കി റെക്കമെൻഡേഷൻ കൊടുക്കുന്നവർക്ക് രാഷ്ട്രപതിക്ക്, എങ്കിൽ മാത്രമേ രാഷ്ട്രപതി എമർജൻസി പ്രഖ്യാപിക്കാൻ പാടു എന്നുള്ള ക്ലോസും കൂടി വന്നു. അല്ലെങ്കിൽ അന്നത്തെ പോലെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ എമർജൻസി പ്രഖ്യാപിക്കും. അപ്പൊ ഇനി അങ്ങനെ പാടില്ല. ഞാൻ ഈ പറഞ്ഞ സായുധ കലാപം ഉണ്ടാകണം, അതോടൊപ്പം മന്ത്രിസഭ സ്പെഷ്യൽ മജോറിറ്റിയിൽ പാസ്സാക്കി അത് റിട്ടേൺ ലെറ്റർ ആയിട്ട് രാഷ്ട്രപതിക്ക് കൊടുത്തെങ്കിൽ മാത്രമേ എമർജൻസി പ്രഖ്യാപിക്കാൻ പാടൂ. അപ്പൊ ഈ രണ്ട് ക്ലോസും ഞാൻ പറഞ്ഞ എമർജൻസിയുമായി ബന്ധപ്പെട്ട് വന്ന 2 ക്ലോസുകളാണ്. ഇനി മൂന്നാമത്തെ ഒന്നും കൂടി വന്നു. എന്തായിരുന്നു, എമർജൻസി പ്രഖ്യാപിച്ച വലിയൊരു ഇഷ്യൂസ് ഉണ്ട്. എന്തായാലും ഇന്ത്യയിലെ എല്ലാ സകലമാനായിട്ടുള്ള നേതാക്കന്മാരെ, ലീഡേഴ്സിനെയും പ്രതിപക്ഷ യോഗികളൊക്കെ അടിച്ച് തകർത്ത് ജയിലടയ്ക്കുന്ന ഒരു സിസ്റ്റമാണ് വന്നത് അല്ലെ. ഒന്നിനും ഒരു നിയന്ത്രണം, കംപ്ലീറ്റ് ഫണ്ടമെന്റൈസുകൾ നഷ്ടപ്പെടുകയാണ്, ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റൊരു ക്ലോസ് കൂടി വന്നു, ആർട്ടിക്കിൾ 20 and 21. ആർട്ടിക്കിൾ 20 and 21 cannot be suspended during the time of emergency. ഈ ആർട്ടിക്കിൾ 20ഉം 21ഉം എമർജൻസി കാലഘട്ടത്ത് എന്ന് വെച്ചാൽ നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് സസ്പെൻഡ് ചെയ്യാനും കഴിയില്ല അല്ലെങ്കിൽ പാടില്ല എന്നും കൂടി വ്യവസ്ഥ ചെയ്തു. ആർട്ടിക്കിൾ 20 നമുക്കറിയാം എന്താണ്, ഒരാളെയും ഒരു കാരണം കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. നോബഡി കാൻ ഇന്ത്യ അറസ്റ്റഡ് വിത്തൗട്ട് എനി റീസൺ, ഒരാളെയും ഒരു കാരണം കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം. ഇത് രണ്ടും അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദ് ചെയ്യാൻ പാടില്ല എന്നുകൂടി വ്യവസ്ഥ ചെയ്തു. മറക്കണ്ട, ആർട്ടിക്കിൾ 20, 21 അടിയന്തരാവസ്ഥ കാലത്ത് സസ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുകൂടി വ്യവസ്ഥ ചെയ്തു. അപ്പൊ ഇത് 44 പേജിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ്. അതിനുശേഷമാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വന്നത്. ക്ലിയർ? അപ്പൊ ഇതെല്ലാം എമർജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടി വരുന്നു, മറ്റൊരു ക്ലോസ് കൂടി വരുന്നത്, ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ആസ്ക് റീകൺസിഡർ ദി അഡ്വൈസ് ഓഫ് മിനിസ്റ്ററി ഗിവൻ ടു ഹിം എന്നും കൂടി പറയുന്നത്. വെച്ചാൽ ഈ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് വേണം രാഷ്ട്രപതി ഭരിക്കാൻ, അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണെന്ന് 42ാം ഭേദഗതിയിൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബോണ്ട് ടു ദി അഡ്വൈസ് ഓഫ് ക്യാബിനറ്റ്. അങ്ങനെ ക്ലോസ് 42ാം ഭേദഗതി ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് വെച്ചത്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് വെച്ചത് രാഷ്ട്രപതി മന്ത്രിസഭയുടെ ഉപദേശം സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ്, രാഷ്ട്രപതി മന്ത്രിസഭയുടെ ഉപദേശം സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നൊരു ക്ലോസ് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ മന്ത്രിസഭ എന്ത് പറയുന്നത്, ആര് കേൾക്കണം, രാഷ്ട്രപതി കേൾക്കണം എന്ന വ്യവസ്ഥയാണ് വന്നത്. അപ്പൊ അത് മാറ്റാൻ വേണ്ടി ഇവിടെ വീണ്ടും വെച്ചെന്താണ്, രാഷ്ട്രപതിക്ക് അത് റീകൺസിഡർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാനുള്ള വ്യവസ്ഥ കൂടി ചെയ്തു. വെച്ചാൽ മന്ത്രിസഭ ഒരു ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ അത് വീണ്ടും ഒന്നുകൂടി തിരിച്ചയക്കാം, നിങ്ങൾ അതൊന്നും കൂടി പുനഃപരിശോധിക്കാം. അപ്പൊ മന്ത്രിസഭയുടെ ഉപദേശം രാഷ്ട്രപതിക്ക് കിട്ടി കഴിഞ്ഞാൽ അത് വീണ്ടും പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാൻ അല്ലെങ്കിൽ റീകൺസിഡർ ചെയ്യാൻ വേണ്ടി പറയാനുള്ള അവകാശം കൂടി ആർക്ക് വന്നു, രാഷ്ട്രപതിക്ക് വന്നു. അതും കൂടി ഇതിൽ വ്യവസ്ഥ ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ക്ലോസുകളുണ്ട്. പിന്നെ മറ്റൊരു ക്ലോസ് എന്ന് പറയുന്നത്, മറ്റൊരു ക്ലോസ് കൂടി, പ്രധാനപ്പെട്ട ഒരു ക്ലോസ് കൂടി വെച്ചാൽ എന്തായിരുന്നത് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ്. അതിൽ വരുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ്. ഒന്ന്, നമ്മുടെ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, ഗവർണർ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിവ്യൂ ചെയ്യാനുള്ള അധികാരം കൂടി കൊടുക്കണം. ചില രാഷ്ട്രപതി നമ്മുടെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ചില പവറുകൾ റീസ്റ്റോർ ചെയ്യാൻ, അവർക്ക് ഉണ്ടായിരുന്ന പവർ വെട്ടി കുറച്ച് അത് വീണ്ടും റീസ്റ്റോർ ചെയ്യണം. എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ, ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിവ്യൂ അധികാരം കൂടി കൂടുതൽ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടി വന്നു. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇതാണ്, എന്താണ്, നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അതിന് മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് നമ്മുടെ കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞത്. ഭരണഘടനയ്ക്ക് മാറ്റം വരുത്താം, ബട്ട് വിത്തൗട്ട് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുത്താൻ പാടില്ല. പക്ഷെ ഇവിടെ അത് ഇതിൽ വീണ്ടും ഒരു ഭേദഗതി വരുന്നതെന്ന് വെച്ചാൽ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുത്താം. എങ്ങനെയായിരിക്കണം, എ സ്പെഷ്യൽ മജോറിറ്റി വോട്ടിംഗ് വിത്ത് എ 51% ഓഫ് ഇലക്ടേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി റെഫറൻഡം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു ജനഹിത പരിശോധന,
എന്നുവെച്ചാൽ ഭൂരിപക്ഷം ആളുകൾ 51% ആളുകൾ പങ്കെടുക്കുന്ന ജനഹിത പരിശോധനയിൽ മജോറിറ്റി വളരെ ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് വ്യവസ്ഥ എന്ന് വെച്ചാൽ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുത്താൻ പാടില്ലാന്ന് കേശവാനന്ദ ബാദി കേസിൽ സുപ്രീം കോടതി വിധിച്ചത്. അതിൽ ഇവിടെ ചെറിയൊരു ക്ലോസ് കൂടി മാറ്റം വരുത്തി, ഇതിലൊരു ഭേദഗതി കൂടി വരുത്തി. എന്തായിരുന്നു ഭേദഗതി? ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുത്താം. എങ്ങനെ മാറ്റം വരുത്താം? ഒരു റഫറൻഡം പൊതുജനഹിത പരിശോധന നടത്തി 51% അധികം ആളുകൾ പങ്കെടുക്കുന്ന പൊതുജനഹിത പരിശോധനയിൽ എന്ത് വേണം? സ്പെഷ്യൽ മജോറിറ്റി അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ പാസ്സാകുകയാണെങ്കിൽ നമുക്ക് ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുത്താമെന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 44 ഭേദഗതിയിൽ നമ്മൾ പഠിക്കുക. അപ്പൊ പൊതുവെ 44 ഭേദഗതി നമ്മൾ ആകെ 2 കാര്യങ്ങൾ പഠിക്കാമല്ലോ. ഒന്ന്, സ്വത്ത് സമ്പാദിക്കാൻ അവകാശം റദ്ദ് ചെയ്തു. രണ്ടാമത് നമ്മൾ പറഞ്ഞ ഈ ആർട്ടിക്കിൾ സ്വത്ത് സമ്പാദിക്കാൻ അവകാശം മാറ്റം ചെയ്തു. പിന്നെ നമ്മൾ അവിടെ പറഞ്ഞത് ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയും കാലാവധി മാറ്റി. അതോടൊപ്പം ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന ആ ഒരു വാക്ക് മാറ്റി പകരം ഏത് കൊണ്ടുവന്നു? ആമഡ് റബലിയൻ എന്ന വാക്ക് കൊണ്ടുവന്നു. അപ്പൊ ഈ 3 ക്ലാസ്സുകൾ നമ്മൾ പഠിക്കാറുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചേർത്ത് പഠിക്കണം. കാരണം ഇനിയുള്ള എക്സാമുകൾ നമ്മുടെ പാറ്റേൺ നമുക്കറിയാം മാറിയിട്ട് അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് രീതി കൂടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. 44 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? അല്ലെ 44 ഭേദഗതി പ്രകാരം മാറ്റം വരുത്തിയത് എന്താണ്? എന്നിട്ട് ഈ 3 കൂടെ നമ്മൾ അവസാനം പറഞ്ഞ 3 കൂടി വരാം. അങ്ങനെ വന്ന് നമുക്ക് കിട്ടണം. അപ്പൊ അതുകൊണ്ട് മറക്കാതെ ഈ 44 ഭേദഗതി വിശദമായിട്ട് പഠിക്കും. ഒന്ന് നമ്മൾ പറഞ്ഞത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം മാറ്റി, 31 മാറ്റി, പകരം 300 വന്നു. ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 6 നിന്ന് വീണ്ടും 5 കൊണ്ടുവന്നു ഇന്നത്തെ അവസ്ഥയിലേക്ക് വന്നു. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിന് പകരം സായുധ കലാപം എന്ന വാക്ക് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഒന്നുകൂടി പറഞ്ഞു, എന്താണ് ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ ആർട്ടിക്കിൾ 20, 21 ഒരിക്കലും റദ്ദ് ചെയ്യാൻ പാടില്ല. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ റദ്ദ് ചെയ്യാൻ കഴിയാത്ത 2 ആർട്ടിക്കിളാക്കി ആർട്ടിക്കിൾ 20ഉം 21ഉം മാറി. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, എന്താണ് റിട്ടൺ റെക്കമെൻഡേഷൻ. മന്ത്രിസഭയുടെ എഴുതി തയ്യാറാക്കപ്പെട്ട റെക്കമെൻഡേഷനിൽ മാത്രമേ രാഷ്ട്രീയ എമർജൻസി പ്രഖ്യാപിക്കാൻ പാടൂ എന്ന് പറഞ്ഞു. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരം ഒന്നുകൂടി റീസ്റ്റോർ ചെയ്തു. ദെൻ ഫൈനലി ഒന്നുകൂടി നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുത്താം. എങ്ങനെ? 51%-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു റഫറണ്ടത്തിൽ സ്പെഷ്യൽ മജോറിറ്റി അല്ലെ ഭൂരിപക്ഷത്തിൽ അടിസ്ഥാനത്തിൽ അതിൽ വേണമെങ്കിൽ വോട്ടേഴ്സ് അങ്ങനെ വോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റം വരുത്താൻ എന്നും കൂടിയാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ക്ലാസ്സുകളാണ് 44 ഭേദഗതിയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ ക്ലാസ് ഈ ഒരു ഭേദഗതി വളരെ ഭംഗിയായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.